നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. അപ്പോൾ എന്തായാലും പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് അമ്മ മാത്രമേ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പോകാൻ പറ്റാത്തത് കാരണം ഞാൻ എന്തായാലും വീട്ടിൽ പൊങ്കാല ഇടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വന്ന പാടെ അമ്മയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം അമ്മ അടുത്തുള്ള വീട്ടുകാരുടെ കൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അമ്മേനെ റെഡിയാക്കി വിട്ടതിന് ശേഷം നമുക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ പൊങ്കാല മാത്രമേ അവിടെ ഇടുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മക്കളെയും കൊണ്ടാണ് എല്ലാ കാര്യത്തിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് വയണയിലയായിരുന്നു കേട്ടോ. വയണയില എല്ലാം എടുക്കണമായിരുന്നു. അതിനുശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വയണയില കോട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ വയണയില എടുത്തതിന് ശേഷം ഞാൻ നേരെ പോയത് ഇല വെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇല കുറച്ച് ഒരു 2-3 വേണം, കാരണം തേങ്ങ തിരികെ വെക്കാനും അതിന് ഇതിനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇല വെട്ടിയപ്പോഴാണ് താഴോട്ട് നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ. താഴത്തെ പുരയിടത്തിൽ സംഭവം റബ്ബറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയൊക്കെ നല്ലതുപോലെ ആസ്വദിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി ഈർക്കിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം നമുക്ക് നാളെ തിരളിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക്, അതായത് വയണിയിലയപ്പം ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് അതിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈർക്കിലെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മക്കളുടെ കയ്യിലിരിക്കുന്ന ഈ ബലൂൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നേ. കാരണം 3 പേര് അതിൻ്റെ പുറകെയായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇതായിരിക്കുമായിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ. അപ്പോൾ കുറച്ച് നേരം കിട്ടിയപ്പോൾ ഇങ്ങനെ തോളിക്കേറി ഇരിപ്പുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ കൊതുമ്പും അതുപോലെയുള്ള ചൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഒതുക്കിയിട്ടാണ് ഇന്നത്തെ ദിവസം കിടക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്കാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം അരിയും അരച്ച് വെച്ചതിന് ശേഷം നേരെ പോയി തട്ടവും അതുപോലെ എന്ന് വെച്ചാൽ വിളക്കും കാര്യങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് കുറച്ചും കൂടി എളുപ്പ പണിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിനും സഹായത്തിന് മൂത്ത ആളാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവനുള്ളത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും. See you.